ഫ്രണ്ട്സ്, ഞാൻ രാവിലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കിട്ടുന്ന വെബ്സൈറ്റ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മച്ചന്മാരെ. എനിക്ക് ഒരു സൈറ്റ് പോലും കിട്ടുന്നില്ലെന്നുള്ളതാണ്. ലാസ്റ്റ് ഞാൻ ഫോൺ എടുത്ത് നോക്കി, എല്ലാം നോക്കി. എനിക്ക് പ്രാന്തായി. കാരണം ഞാൻ പോയി കടന്ന് ഉറങ്ങിയാലോ എന്ന് വരെ ചിന്തിച്ച്. കാരണം എനിക്ക് ഇന്നൊരു വീഡിയോ ചെയ്തേ പറ്റുള്ളൂ. ഒരുപാട് വെബ്സൈറ്റ് ഞാൻ നോക്കി, പലതും വർക്കിംഗ് ആവുന്നില്ല. ഈ ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന സൈറ്റ് നമ്മൾ ഇന്ന് നല്ലൊരു വെബ്സൈറ്റ് തന്നെ പരിചയപ്പെടുത്തണമെന്നുള്ള വാശി ഞാൻ പിന്നെ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാമല്ലോ എന്നുള്ള രീതി പിന്നെ ഞാൻ തളർന്ന് പിന്നെയും പോയി. പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ ഓഫ് ചെയ്യുക വേണ്ടെന്ന് വെച്ച്, ഇന്ന് ചെയ്യണ്ട, വീഡിയോ ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പോയി ഇരുന്ന്. അപ്പോഴാണ് ഞാൻ പിന്നെ ആലോചിച്ച് വേറൊരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ മച്ചന്മാരെ നമ്മൾ ഫൈനലി വെബ്സൈറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി നേരെ നമുക്ക് ആ ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റ് പരിചയപ്പെടാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇന്ന് വളരെയധികം സന്തോഷമായ ദിവസമാണ്. നമ്മൾ 20,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ചാനലിൽ. ഓക്കെ, നമുക്ക് പോകാം മച്ചന്മാരെ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വെബ്സൈറ്റ് ഇതാണ്. അപ്പം മച്ചന്മാരെ, ഇതിനകത്ത് മെയിനായിട്ടൊരു കാര്യം പറയാനുണ്ട്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റാണ്. ഇതിനകത്ത് കുറച്ച് കഷ്ടപ്പെടേണ്ടതൊക്കെ ഉണ്ട്. വലിയ കഷ്ടപ്പാടൊന്നുമില്ല, ചെറിയ രീതിയിൽ കഷ്ടപ്പെടേണ്ടതുണ്ട്. നമുക്ക് കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഈ സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫോളോവേഴ്സ് കൂട്ടാം. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കൂട്ടാവുന്നതാണ്. സോ നിങ്ങൾക്ക് പൈസ കൊടുത്ത് അഥവാ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക്, ഈ പണിയൊന്നും കൊടുക്കാതെ പൈസ കൊടുത്ത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് 3 രൂപയ്ക്ക് ഫോളോവേഴ്സ് വാങ്ങാൻ പറ്റുന്ന ഒരു പോസ്റ്റർ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ തന്നെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കുറഞ്ഞ പൈസയ്ക്ക് 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് ഫോളോവേഴ്സ് വാങ്ങുന്ന വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് ഇന്ന് ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിനായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പേജിലേക്കാണ് വരുന്നത്. കമൻറ്റ് സെക്ഷനിലാണ് ഈ ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ ഓപ്പൺ വെബ്സൈറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നിങ്ങൾ യൂട്യൂബിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നിട്ട് താപ്പോട്ട് വന്നിട്ട് ഈ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. ഈ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിരിച്ച് നമ്മുടെ ക്രോമിലേക്ക് തന്നെ വരിക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ബ്ലർ ആക്കേണ്ടതായിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് എൻ്റെ ഈ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം ലോഗോയോ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തോ കാണിക്കാൻ പറ്റില്ല വീഡിയോയിൽ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ ഗോ ടു വെബ്സൈറ്റ് എന്നുള്ള ബട്ടൺ ഇനി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന സൈറ്റ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ശേഷം നമ്മളിവിടെ ലോഗിൻ ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടൊന്നും നമ്മളിതിൽ ലോഗിൻ ചെയ്യുന്നില്ല. ഫേക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഒറിജിനൽ അക്കൗണ്ട് പാസ്വേഡ് ഒന്നും കൊടുക്കുന്നില്ല. ഒറിജിനൽ അക്കൗണ്ട് യൂസർ നെയിം കൊടുത്തുകൊണ്ടാണ് മാത്രമേ ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റയിലേക്ക് നമ്മൾ കൂട്ടുന്നുള്ളൂ. അപ്പോൾ ഇനി നിങ്ങളിവിടെ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ശേഷം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെലക്ട് ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മളിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് ഇനി നിങ്ങളിവിടെ ലോഗിൻ ചെയ്യേണ്ടത് ഒരു ഫേക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് ഫേക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ നേരത്തെ തന്നെ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റഡ് ആണ്. ഓക്കെ, ഞാൻ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് ഇനി നമ്മൾ ഫേക്ക് അക്കൗണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ലോഗിൻ സിസ്റ്റം കൊടുക്കുകയാണ്. ഈ വെബ്സൈറ്റ് മൊത്തം ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ എവിടെയെങ്കിലും ഒക്കെ കാണും. എനിക്ക് എൻ്റെ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ പ്രാന്ത് കൃത്യമെന്ന് വെച്ചാൽ ഈ ബ്ലറാക്കുന്ന പരിപാടിയാണ്. ആരും ബ്ലറാക്കിയില്ലെങ്കിലേ മച്ചന്മാർ ഒരു 3 കൂടുതൽ വീഡിയോ ആയ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒന്നും ചാനൽ തന്നെ ഇതായിപ്പോൾ. ഇൻസ്റ്റാഗ്രാം ഈ ഓട്ടോമാറ്റഡാണ് കോപ്പിറൈറ്റിനൊക്കെ. അപ്പോൾ അങ്ങനെ ലോഗിൻ ആവട്ടെ, വെയിറ്റിംഗ് ആണ്. കിടിലൻ വെബ്സൈറ്റാണ് മച്ചന്മാർ, നല്ല രീതിയിൽ വർക്കിംഗ് ആണ്, പവറാണ്. നമ്മുടെ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സെൻഡ് ഫോളോ 40 എന്ന് കാണാൻ സാധിക്കും. ഞാൻ ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്ന സെൻഡ് ഫോളോ 40 കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്യണേ. എന്നിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരിക, താപ്പോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, യൂസർ നെയിം എന്നുള്ള. ഈ ബോക്സിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടേണ്ട അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ടിലേക്കല്ലേ ഫോളോവേഴ്സിനെ കൂട്ടുന്നത്. അപ്പോൾ ഒറിജിനൽ അക്കൗണ്ട് യൂസർ നെയിം കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, 2 കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം, എന്നാലേ ഫോളോവേഴ്സ് കയറൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം, അത് നിങ്ങൾക്ക് അറിയാലോ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്ലാഗ് റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഓഫ് ആക്കിയിരിക്കണം, എന്നാലേ ഫോളോവേഴ്സ് കയറൂ. ഈ ഫ്ലാഗ് റിവ്യൂ എങ്ങനെയാണ് ഓഫ് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ട് ഫ്ലാഗ് റിവ്യൂ ഓഫ് ആക്കിയിരിക്കണം. അക്കൗണ്ട് പ്രൈവറ്റ് ആണെങ്കിൽ പബ്ലിക്കും ആക്കിയിരിക്കണം. എന്നിട്ടേ ഇവിടെ യൂസർ നെയിം എൻ്റർ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ
എൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു. ശേഷം നമ്മൾ താഴെ കാണുന്ന പച്ച ബട്ടൺ ഫൈൻഡ് യൂസർ എന്നുള്ള പച്ച ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ശേഷം അടുത്ത പേജിലേക്ക് നമ്മൾ ലോഡ് ആവുകയാണ്, ഹോം പേജിലേക്ക്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താണ് ജസ്റ്റ് നമ്മൾ സ്ക്രോൾ ചെയ്ത് താപ്പോട്ട് വരിക. ഓക്കെ, ചില ഭാഗങ്ങളൊക്കെ ബ്ലർ ആക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഇൻസ്റ്റാഗ്രാമിൻ്റെ ചെറിയ ലോഗോകൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് 40 ക്രെഡിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മളിവിടെ 10 എന്നുള്ളത് മാറ്റിയിട്ട് 40 എന്ന് എൻ്റർ ചെയ്യുക കേട്ടോ, ഫോളോവേഴ്സ് കൗണ്ട്. ശേഷം നമ്മളിവിടെ സെൻഡ് ഫോളോവേഴ്സ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് താഴോട്ട് ഫോളോവേഴ്സ് കയറാൻ തുടങ്ങും കേട്ടോ. ഇങ്ങോട്ട് ഇങ്ങനെ ലിസ്റ്റായിട്ട് വരും, നമുക്ക് കയറുന്ന ഫോളോവേഴ്സിൻ്റെ ലിസ്റ്റായിട്ട് വരും. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ മുമ്പായിട്ട് ഒരുപാട് പേരുടെ സംശയമായിരിക്കും, ഇപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട് അമ്മലേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫേക്ക് അക്കൗണ്ട് നീ ഇതിനകത്ത് ലോഗിൻ ചെയ്തല്ലോ, അപ്പോൾ നീ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് 40 ഫോളോവേഴ്സ് അല്ലേ കൂട്ടുന്നത്, പിന്നെ നമുക്ക് എപ്പോഴാണ് കൂട്ടാൻ പറ്റുക? അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരു വട്ടം 40 ഫോളോവേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സെയിം ഫേക്ക് അക്കൗണ്ട് വെച്ച് ഈ സൈറ്റിൽ നിന്ന് പിന്നെയും കൂട്ടണമെങ്കിൽ എത്ര മിനിറ്റ് കഴിയണം? 30 മിനിറ്റ് കഴിഞ്ഞേ പറ്റുള്ളൂ. അപ്പം തന്നെ രണ്ടാമതായിട്ട് പിന്നെയും കൂട്ടണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പുതിയൊരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതും അപ്പം തന്നെ ലോഗിൻ ചെയ്ത് അപ്പം തന്നെ ഫോളോവേഴ്സ് കിട്ടും. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് 40 ഫോളോവേഴ്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറിയിട്ടുണ്ട് കണ്ടോ. ആ കയറിയേക്കുന്ന അക്കൗണ്ടിൻ്റെ എല്ലാം യൂസർ നെയിമാണ് ഇവിടെ കാണിച്ചേക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ 40 ക്രെഡിറ്റ്സ് തീർന്നിരിക്കുന്നു. ഇനി 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്താൽ പിന്നെയും കൂട്ടാം. അപ്പം തന്നെ കൂട്ടണമെങ്കിൽ പുതിയ ഫേക്ക് അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്താൽ മതി. എത്രത്തോളം ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു അത്രത്തോളം ഫോളോവേഴ്സ് നിങ്ങൾക്ക് കൂട്ടാന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട് എങ്ങനെ ലോഗൗട്ട് ചെയ്യാന്ന് പരിചയപ്പെടുത്തി തരാം. അതിന് വേണ്ടി 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഏറ്റവും മേളിൽ തന്നെ. ഓക്കെ, 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം ലോഗൗട്ട് ബട്ടൺ ഇതിൽ ക്ലിക്ക് ചെയ്താൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട് സിമ്പിളി ലോഗൗട്ട് ചെയ്യാം. കിടിലൻ വെബ്സൈറ്റ്, മാസ് വെബ്സൈറ്റ്. ഇതിൽ വലിയ വെബ്സൈറ്റ് വേറെ ഇനി കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അടുത്ത ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് അവിടെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം മച്ചന്മാരെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നല്ല കമൻറ്റും കാര്യങ്ങളും അഭിപ്രായങ്ങളെല്ലാം എഴുതിയിടുക. പുതിയ കിടിലൻ വീഡിയോ അടുത്ത വീഡിയോ വരാം. ബൈ മച്ചന്മാരെ.